ഹലോ, സൗദഗിരീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു മത്തി അച്ചാറാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അതപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കിയാലോ. നമ്മളിവിടെ എടുത്തേക്കുന്നത് ഒരു 250 ഗ്രാം ചെറിയ മത്തിയാട്ടോ. അപ്പോൾ നമ്മളിത് പറ്റ ചെറിയ മത്തിയാണ്. അത് നമ്മൾ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് 2 പീസാക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. കുറച്ചും കൂടി വലിയ മത്തിയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു 3 പീസാക്കി എടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി അച്ചാർ ഇടുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. ഞാനിതിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ്. അത് നല്ലൊരു കളറ് കിട്ടും നമുക്ക്. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂണോളം നല്ല സാധാ എരിവുള്ള മുളക് പൊടി അതും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധാരണ നമ്മൾ മീനൊക്കെ വറുക്കുന്ന പോലെ അങ്ങനെയുള്ള മസാലയാട്ടം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെയും നമുക്ക് മസാല ചേർക്കണം. അപ്പോൾ ഇപ്പോൾ ഒരുപാട് നമ്മൾ ചേർത്ത് കൊടുക്കണ്ട. അതിനുശേഷം നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അത് 1 ടീസ്പൂണൊക്കെ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അച്ചാറൊക്കെ ആകുമ്പോൾ എന്തായാലും ഉപ്പ് കുറച്ചൊന്ന് മുന്നിക്കിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മസാലയിൽ നിന്നും മീനിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. നമ്മളിതിൽ മസാലയൊക്കെ ഡ്രൈ ആയി പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് 1 ടേബിൾ സ്പൂണോളം സുർക്ക ഒഴിച്ച് കൊടുക്കാം. സുർക്ക ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഞാനിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണയിൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ എണ്ണ ചൂടായി ഞാൻ അതിലേക്ക് മീൻ വറുത്തെടുക്കാനുള്ള പരിപാടി ആരംഭിച്ചു. അപ്പം നമുക്ക് ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാവേ. മീനുണ്ടല്ലോ നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ നമുക്ക് ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കണ്ട കേട്ടോ. നമുക്കിത് വറുത്തെടുക്കാനുള്ള എണ്ണ മാത്രം ഒഴിച്ചാൽ മതി. പിന്നെ നമ്മൾ ഈ എണ്ണയൊന്നും അച്ചാറിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മളിത് 2 തവണയായിട്ടോ വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇത് കണ്ടില്ലേ, 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. മുരിഞ്ഞാൽ മതി കേട്ടോ, കരിയണ്ട. നമ്മൾ രണ്ടാമത് കുറച്ചേ ഉള്ളൂ. അപ്പം നമ്മൾ സൈഡിൽ എണ്ണയുണ്ട് അവിടെ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വറുത്തെടുക്കാം. നമുക്കിത് അവിടെ വെളുത്തുള്ളി വേണം കേട്ടോ. ഞാനൊരു 3 ചുള വെളുത്തുള്ളി നമ്മൾ ഇതേപോലെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഈ നടുക്കണ്ടില്ലേ നീളത്തിൽ ഇങ്ങനെയൊന്ന് വലിയ വെളുത്തുള്ളി മാത്രം എടുത്തിട്ട് നീളത്തിൽ ഇങ്ങനെയൊന്ന് അരിഞ്ഞു കൊടുക്കാം. അല്ലാത്തതൊക്കെ നമുക്ക് നടുക്ക് കൂടെ ഒന്ന് പൊളിച്ചു കൊടുത്താൽ മതി കേട്ടോ. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ അച്ചാറിനൊക്കെ വെളുത്തുള്ളി ഇങ്ങനെ നീളത്തിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളിത് ഈ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇതേപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിങ്ങനെ പച്ചക്കറി കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാവരും പറയാറുണ്ട് കേട്ടോ, കയ്യിൽ വെച്ചിട്ട് അവർക്കൊന്നും ഇങ്ങനെ അരിയാൻ കഴിയില്ല എന്ന്. പക്ഷേ എനിക്കിതാണ് എളുപ്പം. പിന്നെ നമ്മളിതിലേക്കൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ. മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. ഒരുപാട് എരിവായാൽ മിനുട്ടിക്കൊന്നും പറ്റില്ല. അപ്പം ഞാനൊരു പകുതി എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില, അത്ര ഫ്രഷായ കറിവേപ്പിലൊന്നും അല്ലായിരുന്നു. പിന്നെ ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് തണുപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫ്രഷായ കറിവേപ്പില എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് അതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം വെളിച്ചെണ്ണയൊക്കെ വേണ്ടി വരും. ഈ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലെണ്ണ വേണമെങ്കിൽ അതും ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് എണ്ണ ചൂടായ ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഏകദേശം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളിയിലെ അതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ച് നേരം എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടില്ലേ, നമുക്കത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മറ്റുള്ള മസാലകൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരു പച്ച ചുവ ഉണ്ടാവും കേട്ടോ. നമ്മൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂണോളം നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആകെ 250 ml മത്തിയേ ഉള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ എടുക്കുമ്പോൾ പൊടികളൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി. നമ്മൾ അതിലേക്ക് പിന്നീട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാ മുളക് പൊടി ഇതേപോലെ 1 ടേബിൾ സ്പൂണോളം സാധാ മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തേ. അതിലേക്ക് നമ്മൾ പിന്നീട് ഇടുന്നത് ഒരു 3/4 ടീസ്പൂണോളം ഉലുവ പൊടിയാണ്. നമ്മളിത് വെയിലത്ത് വെച്ച് ഉണക്കി അങ്ങനെ പൊടിച്ച് വെച്ച ഉലുവ പൊടിയാണ് കേട്ടോ.
അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടികളും വെളുത്തുള്ളി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പൊടിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിപ്പോവും. നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മീനുണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മസാലയും മീനും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം സുർക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. പിന്നെ നമ്മൾ ഏതായാലും ഈ മസാലയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പം നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കണം. ഞാനിവിടെ 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് അളവല്ല കേട്ടോ. ഇത് നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്നും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് കുറവാണോ. കാരണം നമ്മൾ പുളിയൊക്കെ ഉള്ളതുകൊണ്ട് ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട്. നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടിയാണേ. നമ്മൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് സുർക്കയൊന്നും ചേർത്ത് കൊടുക്കരുത്, കാരണം ആ സുർക്ക കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പുളി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം കുറച്ച് കുറവാണ്, കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വെള്ളം തിളപ്പിച്ച് വെക്കുക. അത് ചൂടാറിയ ശേഷം അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളമാണ്, അത് ചൂടാറിയിട്ടുണ്ട്. അത് നമുക്ക് എത്രത്തോളം ലൂസ് വേണം നോക്കിയിട്ട് അങ്ങനെ നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നും പറയാനില്ല, ഒരു അടിപൊളി ടേസ്റ്റുള്ള അച്ചാറായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.